ആശാൻ മൈത്രിയെ കുറിച്ച് എഴുതി. ചണ്ടാലഭിക്ഷീത് മൈത്രിയെ കുറിച്ച് എഴുതിയാണ്. അമ്മതൻ നെഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മയെ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവ മൃതാക്കും മൈത്രി. മുലപ്പാലിനെ ചോരയാക്കി മാറ്റുന്ന മൈത്രി. ഒരനുഭവത്തെ, ഒരു വൈകാരികതയെ, ഒരു ശാരീരികതയെ അതിനപ്പുറമുള്ള അനുഭവത്തിന്റെ പുതിയ പ്രതലമാക്കി മാറ്റുന്ന ഒന്നായി മൈത്രിയെ അദ്ദേഹം കവിതയിൽ കാണുന്നുണ്ട്. അംബേദ്കർ പിന്നീട് വികസിപ്പിക്കുന്നു. പരിത്യാഗം, സാക്രിഫിഷ്യൽ പൊട്ടൻഷ്യൽ, അവരവരെ ഉപേക്ഷിക്കാനുള്ള ശേഷി, മറ്റൊരാൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ശേഷി, അത് മനുഷ്യരിൽ സഹജമായിട്ടുണ്ട്. ആ മാനുഷിക ശേഷിയുടെ രണ്ട് ആവിഷ്കാരങ്ങളായിട്ട് ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് സ്നേഹവും മറ്റൊന്ന് വാത്സല്യവുമാണ്. സ്നേഹത്തിൽ ഈ ഹെൻലിയുടെ നിർവചനത്തിൽ പറയുന്നത് പോലെ മറ്റൊരാളുടെ ആഹ്ലാദം നിങ്ങളുടെ ആഹ്ലാദത്തിന് അനിവാര്യമായിരിക്കുന്നു എന്നതാണ് സ്നേഹത്തിന്റെ പ്രീ കണ്ടീഷൻ. മറ്റൊരാളുടെ ശത്രുതയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പിന്നെ അവിടെ സ്നേഹമില്ല. വാത്സല്യം എന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുലപ്പാലിനെ ചോരയാക്കുന്ന ഒരനുഭവമാണ്. ഇങ്ങനെ മനുഷ്യരിൽ പരിത്യാഗത്തിന്റെ എത്രയെത്ര തലങ്ങളുണ്ട്. ആർക്കു വേണ്ടി സ്വന്തം ജീവിതം ബലിയർപ്പിക്കുന്ന രക്തസാക്ഷികൾ, മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി തന്റെ ജീവിതം എരിച്ചു തീർക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ആ വിവേകം യേശുക്രിസ്തുവിന് മാത്രമൊന്നുമല്ല, ബുദ്ധന് മാത്രവുമല്ല, നാട്ടിലെ സാധാരണക്കാരായ ചായക്കടക്കാർക്കോ തൊഴിലാളികൾക്കോ ഒക്കെ ഈ വിവേകമുണ്ട്. അല്ലാതെ ഈ വിവേകമൊക്കെ ഏതോ വിശുദ്ധ പുരുഷന്മാർക്കും നമ്മളെല്ലാം കോമാളികളും ക്രൂരന്മാരും ഒന്നുമല്ല. നമ്മിലൊക്കെ ഉണ്ട് ഈ വിവേകം, നമ്മിലൊക്കെ ഉണ്ട് ഈ അപരോന്മുഖത്വം. അതൊരു സാധ്യതയാണ്. അതായത് മനുഷ്യൻ പിളർന്നു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ഭാഗത്ത് തന്നിലേക്ക്, ഒരു ഭാഗത്ത് താനല്ലാത്തത്. തന്നിൽ നിന്ന് താനല്ലാത്തതിലേക്കുള്ള തുറസിന്റെ പേരാണ് സ്നേഹവാത്സല്യങ്ങൾ. തന്നിൽ നിന്ന് തന്നേക്ക് തന്നെ ഉള്ള തിരിയലിന്റെ പേരാണ് സെൽഫിഷ്നെസ്, സ്വാർത്ഥത. ഇത് രണ്ടും മനുഷ്യരിലുണ്ട്. ഗാന്ധിയുടെ ചോദ്യം, ഇത് രണ്ടും മനുഷ്യരിലുണ്ട് എന്നിരിക്കെ മാനുഷികതയുടെ മഹിമയുറ്റ മൂല്യങ്ങളെ മാനിക്കാതെ മാനുഷികതയിലെ നിഷേധ മൂല്യങ്ങളെ മുൻനിർത്തി മനുഷ്യനെ നിർവചിക്കുന്നത് ശരിയാണ്. ആ നിർവചനത്തിന്റെ മുകളിലാണ് മോഡേൺ ഇൻഡിവിജ്വലിസം നിലനിൽക്കുന്നത്. ആ നിർവചനത്തിന്റെ മുകളിലാണ് മോഡേൺ സ്റ്റേറ്റ് നിലനിൽക്കുന്നത്. ഇത് മനുഷ്യവിരുദ്ധമാണ്. ഈ മനുഷ്യവിരുദ്ധതയ്ക്കെതിരെ മനുഷ്യനുള്ള സഹജശേഷിയാണ് സ്നേഹം എന്ന്. ആ സ്നേഹത്തെയാണ് വാസ്തവത്തിൽ ആശാൻ തന്റെ കവിതയുടെ അടിസ്ഥാനപരമായ ഒരു മൂല്യമാക്കി മാറ്റിയത്. ആ മൂല്യത്തിൽ വേരാഴ്ത്തി നിന്നാണ് വീണപൂവ് മുതല് കരുണ വരെയുള്ള കവിതകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മലയാളങ്ങളുടെ എക്കാലത്തെയും വലിയ ആധുനിക കവികളിൽ ഒരാളായിട്ട് ആശാൻ മാറിയത്. കാരണം ആധുനികതയുടെ ഹൃദയതത്വം എന്ന് പറയുന്നത് മാനുഷികമായ സമത്വത്തെയും സാഹോദര്യത്തെയും ഉറപ്പിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആശാന്റെ സ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു നമുക്കിടയിൽ ആ വാക്കിന് സംഭവിച്ച അർത്ഥശോഷണത്തിന്റെ അതിരിലല്ല, മറിച്ച് ആ വാക്കിനെ വികസിപ്പിച്ച് വ്യക്തിപരമായ വൈകാരിക ആഭിമുഖ്യങ്ങൾ എന്നത് മുതൽ പ്രപഞ്ചത്തെ ആകമാനം പുനഃസംവിധാനം ചെയ്യാൻ കഴിയുന്ന ഭവപരമായ ഓണ്ടോളജിക്കലായ ഒരു പുതിയ അടിസ്ഥാനം മനുഷ്യന് നൽകുന്നതാണ് ആശാന്റെ സ്നേഹം. ഈ സ്നേഹമാണ് ആശാന്റെ വിപ്ലവബോധത്തെയും ആശാനിലെ ജാതിവിരുദ്ധതയെയും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കൺസെപ്ച്വൽ ഫ്രെയിമായി, സങ്കല്പനപരമായ ഒരു ചട്ടക്കൂടായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആശാന് നൽകപ്പെട്ട മറ്റു വിശേഷണങ്ങളെല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ആ വിശേഷണങ്ങളിലേക്ക് കൂടി കടന്നു നിൽക്കാൻ, ആ വിശേഷണങ്ങളെ കൂടി ഉൾക്കൊണ്ട് നിൽക്കാൻ കെൽപ്പുള്ള ഒരു സങ്കല്പന രാശിയായിട്ട് നിങ്ങൾക്ക് ആശാന്റെ സ്നേഹഭാവനയെ കാണാം. അതുകൊണ്ട് സ്നേഹഗായകത്വം എന്നത് ഒരു പക്ഷേ ആശാന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങളിൽ ഒന്നായിട്ട് കരുതുകയും ചെയ്യാം. ഞാൻ കവിതയെക്കുറിച്ചും കലയെക്കുറിച്ചും എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കലയിലെയും സാഹിത്യത്തിലെയും വൈവിധ്യങ്ങളെ പേടിക്കരുത്. നിങ്ങൾ കലയിലെയും സാഹിത്യത്തിലെയും ഒക്കെ വൈവിധ്യങ്ങളെ പേടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് കല മനസ്സിലാവുകയില്ല, സാഹിത്യം മനസ്സിലാവുകയില്ല. സാഹിത്യം ആശയ പ്രസ്താവനയല്ല, സാഹിത്യം ആശയങ്ങൾക്കുള്ളിലെ വൈവിധ്യങ്ങളിലേക്കുള്ള ഒരു കടന്നുവയ്പ്പാണ്. അതുകൊണ്ട് കല എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത്, മറ്റു സ്ഥലത്ത് പറയുന്നുണ്ട് സാഹിത്യം കല പ്രത്യയശാസ്ത്രം അല്ല എന്ന് അദ്ദേഹം പറയുന്നത് സൂചിപ്പിക്കുന്നു
ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്. അത് ഇതിനപ്പുറത്തേക്ക് പോകും. ആശാനെ സംബന്ധിച്ച് ആശാന്റെ ഊന്നലുകളോ അല്ലെങ്കിൽ കാവ്യ ആവിഷ്കാരങ്ങളോ മാറി വരുമ്പോഴും സ്നേഹം എന്നൊരടിസ്ഥാന ഭാവം തുടരുന്നുണ്ട്. ഞാൻ 4 ജീവിത സ്ഥാനങ്ങളെ 4 കാവ്യ സന്ദർഭങ്ങളെ എടുത്തിട്ട് അതൊന്ന് വിശദീകരിക്കാൻ കൂടി മാത്രമേ മുതിരുന്നുള്ളൂ. ഞാൻ ഓരോ സ്ഥാനങ്ങൾ എടുത്ത് മാത്രം പറയാം. വീണപൂവില് ആശാൻ പൂവിന്റെ ഭംഗിയെ കുറിച്ച് പറയും. വീണപൂവ് തുടങ്ങുന്നത് നിങ്ങൾക്കറിയാം, മലയാളത്തിലെ അത്യസാധാരണമായ ഒരു ആരംഭ സ്ഥാനമാണ് ആ പുഷ്പം. ഒരു പൂവിൽ നടക്കുന്നതിനകത്ത് ഒരു ആക്ഷേപകത്തിൽ ജീവിതത്തിന്റെ ആകമാനമുള്ള നിരർത്ഥകതയിലേക്ക് തുറന്നു കിടക്കുന്ന ഒരു ശബ്ദം വരുന്നു, ആ പുഷ്പമേ എന്ന്. അത് ചെറിയ തുടക്കമല്ല. കാരണം അതുവരെയുള്ള നിങ്ങളുടെ ഭാഷാരൂപങ്ങൾ ഒന്നുകൊണ്ടും ഈ ക്ഷണികതയെ, ഈ നശ്വരതയെ, ജീവിതം എന്ന ഒരു മഹാവ്യാധിയെ അഭിമുഖീകരിക്കാൻ പറ്റില്ല എന്ന ഒരു തോന്നൽ, അതിൽ നിന്ന് പുതിയൊരു വാക്ക് പറക്കുകയാണ്, പുതിയൊരു ആവിഷ്കാര ക്രമം വരികയാണ്. ലോകം മാറുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയോ? ലോകം മാറുന്നു എന്നുള്ളതിന്റെ തെളിവ് ഭാഷയുടെ ഘടന മാറും. ഭാഷയുടെ ഘടന മാറുന്നു, അനുഭവത്തിന്റെ ഘടന മാറി തുടങ്ങി. അതുകൊണ്ട് ബഷീർ വേറെ ഭാഷയിൽ എഴുതുന്നു, വിജയം വേറെ ഭാഷയിൽ എഴുതുന്നു, വിക്കയും വേറെ ഭാഷയിൽ എഴുതുന്നു. പറഞ്ഞ അതേ ഭാഷയിൽ പറയുമ്പോൾ നിങ്ങൾ ഘടനയെ ആവർത്തിക്കും, പറഞ്ഞ ഭാഷയ്ക്കെതിരെ തന്നെ. ആശാന്റെ ഇണമു മുതൽ ഈ ഭാഷ മാറി. അന്നത്തെ പണ്ഡിതന്മാര് പറഞ്ഞെന്താണ്, ഈ വൃത്തം ഒപ്പിച്ച് എഴുതാൻ അറിയാത്തോണ്ട് ഗ്യാപ്പ് വരുമ്പോ എന്നൊക്കെ എഴുതുകയാണ്, അല്ലാതെ ഇത് വേറൊന്നുമല്ല എന്നാണ് പറയുന്നത്. അത് കുറ്റമൊന്നും പറയാനില്ല, അവരെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരാളെ പറയുമ്പോ അവരെ കൊണ്ട് അത്രേ പറ്റുന്നുള്ളൂ എന്ന് കരുതി, അല്ലാതെ അതിലൊരു ദോഷം കാണില്ല. അവരവർക്ക് മനസ്സിലാവുന്നതല്ലേ അവരൊരു പറയുള്ളൂ. പക്ഷേ ആ പുഷ്പമേ എന്ന് തുടങ്ങി ആ പൂവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോ ആ കവിതയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പൂവ് എങ്ങനെയുള്ള പൂവാണ്. ആ പൂവ് ചേതോഹരങ്ങൾ സമജാതികളാം സുമങ്ങൾ ഏതും സമാനം അഴകുള്ളവരെങ്കിലും നീ ജാതാനുരാഗം ഒരുവന്റെ മെരിക്കു വെക്കും ഏതോ വിശേഷ സുഖകത്വവും അറിഞ്ഞിരിക്കാം. ചേതോഹരങ്ങൾ സമജാതികളാം സുമങ്ങൾ, നിന്നെ പോലെ തന്നെ പിറന്ന നിന്റെ അത്ര തന്നെ സൗന്ദര്യമുള്ള പൂക്കൾ എത്രയെങ്കിലും ഉണ്ടെങ്കിലും ജാതാനുരാഗം ഒരുവന്റെ മെരിക്കു വേദ്യം ഏതോ വിശേഷ സുഖകത്വം, അനുരാഗിയായ ഒരാളുടെ കണ്ണിൽ മാത്രം കഴിയുന്ന വിശേഷ ഭംഗി നിനക്കുണ്ടായി. ഇത് പുതിയ മനുഷ്യൻ പറക്കാം. എല്ലാവരും നോക്കിയാൽ കാണുന്ന ഒരു പൊതുക്കാഴ്ചയിൽ നിന്ന്, ശാരീരികമായ ഒരു വസ്തുഗുണം എന്നതിൽ നിന്ന് ആന്തരികതയുടെ ഒരു അനുഭവ മൂല്യമായി സൗന്ദര്യം മാറുന്ന ആദ്യത്തെ സന്ദർഭമാണ്. പറ്റത്തിൽ ഒരാൾ എന്നതിൽ നിന്ന് ഒറ്റയ്ക്കൊരാൾ എന്നതിലേക്കുള്ള മനുഷ്യാവസ്ഥയുടെ സ്ഥാനാന്തരണത്തിന്റെ പേരാണ് ആധുനികം. ആ വ്യക്തിയാണ് നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് വിളിക്കുന്നത്. ആ മനുഷ്യനാണ്. അതിനൊന്ന് പറ്റാം. അതുകൊണ്ട് എല്ലാവർക്കും പൊതുബോധാം. അതിൽ നിന്ന് ഞാൻ മാത്രം, നീ വേറെ എവിടെയില്ല. ആവർത്തിക്കാനേ കഴിയാത്ത അനന്യതയുടെ സ്ഥാനങ്ങളായി ഓരോ വ്യക്തിയും മാറും. ഇങ്ങനെ ആവർത്തിക്കാൻ കഴിയാത്ത അനന്യതയുടെ ആകാരങ്ങളായിട്ട് ഓരോ വ്യക്തിയും മാറിത്തീരുന്ന, ഓരോ മനുഷ്യനും മാറിത്തീരുന്ന ജീവിത സന്ദർഭത്തിൽ ഞാൻ എന്നിൽ കാണുന്ന സൗന്ദര്യം എനിക്ക് മാത്രം, യാഥാനുരാഗം ഒരുവന്റെ പേര്. എന്താണ് പ്രണയം? പ്രണയം രണ്ടാളും തമ്മിലുള്ള ഒരു ഇഷ്ടമല്ല. നീ എന്ന അനന്യതയും ഞാനെന്ന അനന്യതയും, ഈ രണ്ട് അനന്യതകൾക്കിടയിലുള്ള തീർത്തും അനന്യമായൊരു ബന്ധമാണ്. അതാണ് പ്രണയം. അതിനെ ആവർത്തിക്കാൻ പറ്റില്ല. വേറൊരാളെ പ്രേമിക്കാം, പക്ഷെ പ്രേമം വേറെ ആയിരിക്കും. വേറൊരാളെ പ്രേമിക്കാം, പ്രണയം പക്ഷെ വേറെ ആയിരിക്കും. ഇതല്ല, അനുഭവഘടന ഓരോന്നിലും അനന്യമായിരിക്കും. ഇങ്ങനെ ആധുനികമായ ഒരു വ്യക്തിസ്വത്വത്തിന്റെ സംസ്ഥാപന സന്ദർഭമായി ആശാൻ സ്നേഹത്തെ കാണും. ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് വെറുതെ ഒരു അനുഭവമല്ല, ഒരു പുതിയ മനുഷ്യൻ പറക്കാൻ. ആ വ്യക്തി അയാൾ മാത്രമാണ്. ആ വ്യക്തിയെ നിങ്ങൾക്ക് വേറൊരു വ്യക്തിയായിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റും. ആശാനും വൈലപ്പുള്ളിയും തമ്മിൽ ചരിത്രത്തിന്റെ രണ്ടറ്റങ്ങളിലാണ്. അത് പിന്നെ കാണാൻ കേട്ടോ. നല്ലീകത്തും ആശാൻ അനുരാഗത്തെ എല്ലാറ്റിനെയും ഭേദിച്ചു വായുന്ന ഒരു ശക്തി സ്വരൂപമായി കാണുന്നു. പഴകിയ തെരുവേറ്റി മാറ്റിയിടാം, പുഴയൊഴുകും വഴി വേറെയാക്കാം, ഇതൊക്കെ പറ്റും. പക്ഷെ അനുരാഗിയായ ഒരാളുടെ മനസ്സ് മറ്റൊരാളിൽ ഉറച്ചാല് മാറില്ല എന്നത് 1913 ഒരു വലിയ തെറ്റിദ്ധാരണയായിരുന്നു.
ആധുനികമായ ഒരു വ്യക്തി സ്വത്വത്തിന്റെ സ്ഥാപന സാമഗ്രിയായി ആശാൻ അനുരാഗത്തെ, സ്നേഹം എന്ന അനുഭവത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു. അവിടെ അനുരാഗം എന്ന് പറഞ്ഞില്ല, സ്നേഹം എന്നതിനെ ആശാൻ എങ്ങനെ ആവിഷ്കരിക്കുന്നു. ഇനി നിങ്ങൾ വേണപ്പോൾ വായിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. എങ്ങനെയാണ് പറ്റത്തിൽ ഒരാളിൽ നിന്ന് ഒറ്റക്കൊരാളിലേക്കുള്ള മനുഷ്യന്റെ സ്ഥാനാന്തരണത്തിന്റെ കേന്ദ്രാനുഭൂതിയായി ആശാൻ സ്നേഹത്തെ ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് വീണപ്പൂവിൽ കാണാൻ പറ്റും. അത്രയും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അത് എത്രയെങ്കിലും പറയാം. എന്നിങ്ങനെ അനുരാഗത്തിന്റെ ഒരു ദൃഢത ലോകത്തെ മുഴുവൻ ഭേദിച്ചു വായി. ലോകത്തിന്റെ ഒരു വ്യവസ്ഥയെയും, ജാതി, മതം, പ്രദേശം, ഇതിനൊന്നും അനുരാഗത്തെ ഭേദിക്കാം. അതിനെല്ലാം, അതായത് സാമൂഹികമായ അസമത്വങ്ങളെയും ശ്രേണി വ്യവസ്ഥയെയും, അംബേദ്കർ ഗ്രേഡർ ഇൻഇക്വാലിറ്റി എന്നൊക്കെ പറയുമല്ലോ, അത്തരത്തിലുള്ള ശ്രേണീകൃതമായ ഭിന്നതകളെ മുഴുവൻ ഭേദിച്ച് പായാൻ പോന്ന, അതിനെയൊക്കെ മറികടക്കുന്ന ഒരു ഭാവശക്തിയായി ആശാനിൽ അനുരാഗം പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനങ്ങളാണ് വാസ്തവത്തിൽ ലീലയിൽ. അങ്ങനെ അനുരാഗം കൊണ്ട് സാമൂഹിക അസമത്വങ്ങളെ, ഉച്ചനീചത്വങ്ങളെ, തട്ടുതിരിവുകളെ ഒക്കെ മറികടന്നു പോകുന്ന ഒരു അനുഭവസ്ഥാനം എന്ന നിലയിലേക്ക് സ്നേഹത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ആ സ്നേഹം ഒരുപക്ഷെ ലോകക്ഷേമ തൽപരനായി ജീവിക്കാൻ ദിവാകര യോഗിയെ പ്രേരിപ്പിക്കുകയും സന്യാസത്തിന്റെ വഴിയിൽ നിന്ന് ലോകക്ഷേമത്തിന്റെ വഴിയിലേക്ക് ദിവാകരൻ തിരിയുന്നത് നളിനിയുടെ സ്നേഹം കൊണ്ടാണ്. നളിനിക്കൊരു സബ്ടൈറ്റിൽ ഉണ്ടല്ലോ, ഒരു സ്നേഹമാണ്. ഗുരു അങ്ങനെ ഉപയോഗിച്ചുകൂടാന്നാണ് കൃഷ്ണനാരാജ് പറയാം. അത് ഇംഗ്ലീഷിൽ നിന്ന് വന്നതാണ്. പക്ഷെ ആശാൻ ഒരു സ്നേഹം എഴുതുന്നുണ്ട്, കാരണം അത് അത്ര യുണീക്കാണ്. നിങ്ങൾക്ക് ആ സ്നേഹം വേറൊരു സ്ഥലത്തും പകരം വയ്ക്കാൻ പറ്റില്ല. അത് ദിവാകരനെ പോലെ ഒരു സന്യാസിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അത് ലോകക്ഷേമമാണ്. അതുകൊണ്ടാണ് പിന്നെ ആശാൻ എഴുതിയത്, ലോകാനുരാഗം ഇല്ലാത്തവരെ നരന്റെ ആകാരമാർന്നിവിടെ വന്നു പിറന്നു കാര്യം. ഈ ലോകാനുരാഗത്തിലേക്ക് ദിവാകരനെ കൊണ്ടുവന്ന് സന്യാസിക്ക് മോക്ഷം നൽകുന്നത് ഈ സ്നേഹമാണ്. സീതാകാവ്യത്തിന്റെ അവസാന ഭാഗത്തുമ്പോ സീത വീണ്ടും രാമനെ ഓർക്കുന്നുണ്ട്, രാമനോട് സ്നേഹവായ്പോടെ തന്നെ പറയുന്നുണ്ട്. അത് നേരത്തെയുള്ള സീതയല്ല. അത് വെച്ച് സീത, ആശാന്റെ സീത വാൽമീകിയുടെ സീത തന്നെയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ആശാന്റെ സീത അപ്പോഴേക്കും വാൽമീകിയുടെ സീതയ്ക്കും അപ്പുറം പോയിട്ട് അനുതാപത്തിന്റെ പുതിയൊരു മൂല്യത്തിലേക്ക് എത്തുന്നത് കാണാൻ പറ്റും. എന്താണ് സീതാകാവ്യത്തില് ഏറ്റവും ഗംഭീരമായ ഒരു വരി, പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര, കുരുതിക്കുഴിയുന്നു നാരിയെ പുരുഷന്മാരുടെ തീരമാണ്. പെരുകും പ്രണയാനുബന്ധമാം ഒരു പാശം വശമാക്കി ഈശ്വര. വാസ്തവത്തിൽ മലയാള ഭാഷയിൽ ഈശ്വര എന്നുള്ള പദം ഇത്രമേൽ ദുഃഖനിർഭരമായും ഇത്രമേൽ ആത്മവേദനയോടെയും മറ്റെവിടെയും ഉച്ചരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു ഭാഗത്ത് രാമനോടുള്ള സ്നേഹാതിവേഗം, മറുഭാഗത്ത് അതേ രാമൻ തന്നെയാണല്ലോ ആർക്കോ വേണ്ടി തന്നെ കൈയൊഴിഞ്ഞത് എന്ന തീരാത്ത ദുഃഖം. ഇതിന്റെ നടുവിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യന്റെ, ഒരു സ്ത്രീയുടെ ആത്മസംഘർഷങ്ങൾ മുഴുവൻ ഘനീഭൂതമായി കിടക്കുന്ന ഒരു വാക്കാണ് ഒരു പാശം വശമാക്കി ഈശ്വരൻ. ആ സ്നേഹത്തിൽ നിന്നാണ് വ്യവസ്ഥയിലേക്കുള്ള വലിയ വിമർശനങ്ങൾ. നിരൂപിക്കൽ മയക്കി ഭൂപനെ തരുണീപാദജ ഗർഭിണീ ശ്രുതി, അരുതോർക്കിൽ നൃപൻ വധിച്ചു നിഷ്കരുണം ചെന്നൊരു ശൂദ്രയോഗിയെ. താമസനെ കൊന്നു കളഞ്ഞു. നിരൂപിക്കൽ മയക്കി ഭൂപനെ തരുണീപാദജ ഗർഭിണീ ശ്രുതി. സ്ത്രീയെയും ശൂദ്രരെയും ഒക്കെ നിത്യവസ്തുക്കളായി കണ്ട വേദപാരമ്പര്യം രാമനെ ചീത്തയാക്കി. രാമൻ സ്വയമേവ ചീത്തയായി പോയതല്ല. രാമനോടുള്ള സ്നേഹം സീത വിടുന്നില്ല കേട്ടോ. അല്ലാതെ ചിലര് കരുതുന്നത് പോലെ രാമനെ പലരും പറഞ്ഞു പോകുന്നതല്ല. അതിലെനിക്ക് ഏറ്റവും പ്രയാസം തോന്നിയൊരു വിമർശനം PK ബാലകൃഷ്ണനാണ്. തന്നപ്പെണ്ണുങ്ങൾ വർത്താനം പറയുന്ന പോലെയാണ് സീത വർത്താനം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സീതാകാര്യത്തെ ബാലകൃഷ്ണൻ തള്ളി പറയുന്നത്. വാസ്തവത്തിൽ സീത അങ്ങനെ രാമനെ തള്ളുന്നൊന്നുമില്ല. രാമനോടുള്ള വിമർശനമുണ്ട്, രാമനോട് സ്നേഹമുണ്ട്. ഈ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ടില്ല എന്ന് പറയുമ്പോഴും രാമനെ ഉപേക്ഷിക്കുകയല്ല, രാമനോട് സ്നേഹം നിലനിർത്തിയിട്ട് തന്നെയാണ്. അല്ലാതെ കേവലമായ ഒരു നിരാകരണവും വഴക്കും ചിത്തവിളിയും ഒന്നുമല്ല സീതയുടെ. അതിൽ ആഴമേറിയ സ്നേഹഭാവം ഒരു ഭാഗത്തുണ്ട്. രാമൻ നല്ലവനായിരുന്നു എന്ന് എപ്പോഴും സീത പറയും.
ഞങ്ങൾ കാട്ടിൽ പാർക്കുന്ന സമയത്ത്, പഞ്ചവടിയിൽ പാർക്കുന്ന സമയത്ത് മൃഗങ്ങളെ പോലെ നിഷ്കളങ്കരായിരുന്നു. മരുവി മൃഗതുല്യർ ഞങ്ങളും ഇരുമയ്യാർന്നൊരു ജീവി പോലവേ. അങ്ങനെ കാട്ടിൽ കഴിയുന്ന സമയത്ത് ഞങ്ങള് മൃഗങ്ങളെ പോലെ നിഷ്കളങ്കരായിരുന്നു. കൊട്ടാരത്തിലെത്തിയപ്പോ രാമന്റെ തോലിന് കട്ടി കൂടി. ആശാന്റെ അസാധാരണ പ്രയോഗമാണ്. ക്ഷിതിപാലക പട്ടബദ്ധമാം മതിയോ ചർമ്മകഠോരം എന്നുമാണ്. ക്ഷിതിപാലക പട്ടബദ്ധമാം മതി. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ കിരീടം ചൂടിയ ആ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിയിലെത്തിയപ്പോ ചർമ്മകാഠിന്യം കൂടി. രാമൻ സ്നേഹമുള്ള ആളായിരുന്നു, പക്ഷെ ആ സ്നേഹം പോയി. അത് രാമന്റെ ഒരു തകരാറാണ് എന്ന് പറയുന്നില്ല, മറിച്ചൊരു പാരമ്പര്യം രാമനെ ചീത്തയാക്കി എന്ന് സീത നേരിട്ട് പറയും. രാമൻ വാസ്തവത്തിൽ നല്ല ആളായിരുന്നു, പക്ഷെ രാമനെ ഒരു പാരമ്പര്യം ചീത്തയാക്കി. അത് സീത ആ കാവ്യത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതായത് മുടിയിൽ കുതി ചേർത്ത് പുത്രരെ ജഡിയാക്കും ചിലർ തൽകുമാരരോ മടികൂടാതെ മഹാവനത്തിലും വെടിയും ദോഹദമാർന്ന ഭക്തിയെ. മക്കളെ രാജാവാക്കാന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തി കാട്ടിലേക്ക് അയക്കുന്ന ചില പിതാക്കന്മാരുണ്ട്. ആ പിതാക്കന്മാരുടെ മക്കൾ ഗർഭിണിയായ ഭാര്യയെ കാട്ടിലെറിയാനും ഒരു മടിയും കാണിക്കില്ല. ദശരഥനും ഒരു പാരമ്പര്യവും ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തുടരും. തൽകുമാരരോ മടികൂടാതെ മഹാവനത്തിലും വെടിയും ദോഹനമാർന്ന ഭക്തിയെ. ആ സരള സ്നേഹ രസമുണ്ടല്ലോ, തരുപക്ഷി മൃഗങ്ങളോടും ആ സുരരോടും നരരോടും ഒന്നുപോൽ എന്നൊക്കെ ആശാൻ എഴുതിയ ആ പ്രകൃതിയുടെ അതുല്യമായൊരു പ്രഭ വാസ്തവത്തിൽ സീതാകാവ്യത്തിന്റെ അവസാനത്തെ 5-6 ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷെ മലയാളത്തിലെ സുപ്രീം പോയട്രി എന്ന് സംശയരഹിതമായി പറയാവുന്ന 6-7 ശ്ലോകങ്ങൾ സീതാകാവ്യത്തിന്റെ അവസാനം പ്രകൃതി വർണ്ണനയ്ക്ക്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, സന്ധ്യ, ഉദയം, എന്തൊരു ഗംഭീര കവിതയാണ്. ഇനി യാത്ര പറഞ്ഞിടത്ത ദിനസാമ്രാജ്യപതേ ദിവസ്പതേ അനിയന്ത്രിത ദീപ്തിയാൽ കതിർക്കനകാസ്ത്രാവൃതനാം ഭവാൻ. വാസ്തവത്തിൽ കവിത ഇല്ലാണ്ടായിപ്പോയ മനുഷ്യർക്ക് ഇതൊക്കെ നഷ്ടാവുന്നുണ്ട്. അനുഭവത്തിന്റെ സൂക്ഷ്മകോശം മുഴുവൻ അടഞ്ഞു പോയിട്ട് വളരെ ഫ്ലാറ്റായ സ്ഥാനത്ത് പോയി നിങ്ങൾ നിൽക്കും. കവിത നഷ്ടപ്പെടുമ്പോൾ എന്ത് നഷ്ടപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവത്തിന്റെ സൂക്ഷ്മകോശങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അത് മുഴുവൻ കവിതയിലും കലയിലുമാണ്. എന്തുകൊണ്ട് മനുഷ്യന് കല? നെസസിറ്റി ഓഫ് ആർട്ട് എഴുതുന്ന സമയത്ത് ഏണസ്റ്റ് ബിഷപ്പ് പറയുന്നുണ്ട്, ടു ഗെറ്റ് ഇൻ ടു ദ മൈക്രോകോസം ഓഫ് ദ ലൈഫ്. ജീവിതത്തിന്റെ സൂക്ഷ്മകോശങ്ങളിലേക്കുള്ള ഒരു ചുവടാണ് കല, അല്ലാതെ സാമാന്യ തത്വങ്ങളൊന്നുമല്ല. സൂക്ഷ്മകോശം അനുഭവത്തെ തിരിച്ചു പിടിക്കില്ല. കാരണം ഈ അനുഭവവും ഭാഷയും തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. ഈ അനുഭവത്തെ നമ്മൾ ഭാഷയിലാക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭാഷയ്ക്ക് സാമാന്യമായിട്ട് നിൽക്കാൻ പറ്റും, അനുഭവം പക്ഷേ സവിശേഷമാണ്. ഇപ്പൊ സീതാകാവ്യത്തിലല്ല, നളിനിയില് ആശ്രമത്തിൽ ചെന്നു 5 കൊല്ലായി ആശാൻ എഴുതുന്നത്. അതിൽ പിന്നെ 5 വട്ടം ഇങ്ങനെ പൂത്തു കാണുന്നു. 5 കൊല്ലം കഴിഞ്ഞതല്ല, 5 കൊല്ലം കഴിഞ്ഞു എന്നുള്ളത് കോമൺ സ്റ്റേറ്റ്മെന്റാ. കാടാണ്, ആശ്രമമാണ്, കാട് പൂക്കുന്നുണ്ട്, നളിനി അറിയുന്നു. ഇങ്ങനെ നളിനിയുടെ മനോനില മുതൽ ആ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക ഘടന വരെ ആ വരിയിൽ 5 വട്ടം ഇക പൂത്തുകയാണ്. എക്സ്പീരിയൻഷ്യലാണ്, എംറ്റിയല്ല, വശമൊക്കെ അനുഭവപരമാണ്, ശൂന്യല്ല, ശൂന്യകാലമല്ല. ഇത് അവിടെ മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ വാക്കുപോലെ നിങ്ങൾക്ക് എവിടെ എടുത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഭാഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള പ്രശ്നം. അതുകൊണ്ട് ഭാഷയിൽ നിന്ന് പിൻവാങ്ങിപ്പോയ അനുഭവ മൂല്യത്തെ ഭാഷ കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കുന്നു. സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം കഴിയും. പക്ഷേ ഇനി യാത്ര പറഞ്ഞിടട്ട ദിനസാമ്രാജ്യപതേ ദിവസ്പതേ അനിയന്ത്രിത ദീപ്തിയാൽ കതിർ കനകാസ്ത്രാവൃതനാം ഭവാൻ എന്ന് പറയുന്നതോടെ സൂര്യൻ വേറൊരു പ്രതലത്തിലെത്തും. യാഥാർത്ഥ്യത്തിന്റെ ഒരു പുതിയ മണ്ഡലം. കെട്ട ജീവിതം ഉണ്ടെനിക്കെന്നാൽ മറ്റൊരു കാവ്യ ജീവിതം എന്ന് വെല്ലുവിളി പറയുന്നത് ഇതാണ്. ഞാൻ ഈ ഭാഷ കൊണ്ട് വേറൊരു ലോകം ഉണ്ടാക്കും. അങ്ങനെ ഭാഷ കൊണ്ട് നിർമ്മിക്കപ്പെട്ട അതുല്യമായ ലോകം, പ്രപഞ്ചവ്യാപ്തിയുള്ള സ്നേഹാനുഭൂതിയുടെ ലോകം ഇതാഷ്ടയായ സീതയുടെ അവസാനങ്ങളാണ്. അതുകൊണ്ട് അവസാനം സീത ഭൂമിയിൽ നിന്ന് യാത്ര പോകുമ്പോൾ രാമനെ പഴിച്ചിട്ടൊന്നുമല്ല, യാത്ര പറഞ്ഞു പോവുകയാണ്. അവസാനം രാമനോട് പറയുന്നത്, രുചയാൽ പരിപക്വ സത്വനായി നിജഭാരങ്ങൾ ഒഴിഞ്ഞ് ശുദ്ധനായി അജപൗത്ര ഭവാനുമെത്തുമേ ഭജമാനൈക വിഭാഗ്യ വിഭവം. ഞാൻ ഉയർന്നു പോകുന്നു, നീ വരും പറഞ്ഞു. എങ്ങനെ? ദുഃഖ
ദുഃഖം കൊണ്ട് ശോകം കൊണ്ട് പരിഭാഗം വന്ന് നിന്റെ ഈ ഭാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് വിജയാൽ പരിപക്വ സത്വനായി നിജഭാരങ്ങൾ ഒഴിഞ്ഞ് ശുദ്ധനായി അജപൗത്ര ഭവാനും എത്തും. അജമാനയില്ല, ഞാൻ എത്തിച്ചേർന്നിടത്തേക്ക് നീയും വരും. ഇവിടേക്ക് വരാനിരിക്കുന്ന രാമനെയാണ്. ആ രാമനെ അവസാന ശ്ലോകത്തിൽ എഴുതുന്നുണ്ട് കേട്ടോ, അനുശയക്ലാന്താസ്യം. അവസാന ശ്ലോകം സീതാകാവ്യത്തിലെ അധികം ധീര ശ്ലോകമാണ്. 1.5 ദിവസമാണ് ആശാൻ ഒറ്റ ശ്ലോകത്തിൽ തീർത്തത്. വേണ്ട ഖേദമിടോ സുധേ വരികയും നോടും മുനീന്ദ്രന്റെ കാൽത്തണ്ടാർ നോക്കി നടന്നഹോവതനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതെ അന്തികത്തെത്തി ഒന്നനുശയ ക്ലാന്താസ്യനാം കാന്തനെ കണ്ട. പത്നിയുടെ പിന്നാലെ തലകുലിച്ച് നടന്നു കൊട്ടാരത്തിലെത്തി, സഭാവേദിയിലെത്തി. ഒരുപാട് മാത്രം രാമനെ തലയിലെത്തി നോക്കി. അനുശയ ക്ലാന്താസ്യനാം കാന്തനെ വിജയമഹർഷി പ്രസംഗത്തിൽ പറയുന്നത്, രാമനെ കണ്ടിട്ട് സീത കണ്ണീർ വെക്കുന്നല്ല, കല്ലോല മാല ചാർത്തിന്നല്ല, കാൽക്കലുവിനൊന്നുമല്ല. കണ്ടാൽ പൗരസമക്ഷം അന്നിലയിലെ ലോകം വിരിഞ്ഞാൽ സരി. ലോകം വരും. ഒരു നിലയ്ക്ക് ഈ പൗരജനങ്ങളെ കണ്ടിട്ട് അഭിമാനിനിയായ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നതിൽ ഉത്തരമില്ല. ലോകം കഴിഞ്ഞ ഉത്തരരാമായണത്തിൽ നോക്കിയാൽ അവിടെ തീരില്ല കേട്ടോ. ഉത്തരരാമായണത്തില് രാമനും ലോകം കഴിഞ്ഞു. സരിയുനദിയിലേക്ക് രാമന് പോകും, അനുജന്മാര് പോകും, അയോധ്യയിലെ മുഴുവൻ മനുഷ്യരും പോകും. അങ്ങനെ വിജയപ്രതാപം നേടിയ രാമൻ നദിയിൽ മുങ്ങി മരിച്ച് രാമരാജ്യം നദിയിൽ മുങ്ങിത്താഴുന്നതിന്റെ കൂടി ചിത്രം തീർത്തിട്ടാണ് ഉത്തരരാമായണം അവസാനിക്കുന്നത്. അങ്ങനെ തന്നിലേക്ക് എത്താനിരിക്കുന്ന രാമനെ അനുതാപപൂർവം നോക്കുന്ന, കാരുണ്യപൂർവം നോക്കുന്ന ബൗദ്ധമായ ഒരു പ്രേരണാബലം വാസ്തവത്തിൽ സീതയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നുണ്ട്. സ്നേഹത്തിൽ നിന്ന് മൈത്രിയിലേക്കുള്ള വലിയൊരു യാത്ര. ഈ മൈത്രിയാണ് ചണ്ഡാലഭിക്ഷയിലെ ആശാൻ ആവിഷ്കരിക്കുന്നത്. ചണ്ഡാലഭിക്ഷയിലെ ദുരവസ്ഥയിൽ ചേർത്തിട്ട് പരിശോധിക്കുമ്പോൾ കേസരി ബാലകൃഷ്ണനുള്ള ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ദുരവസ്ഥയും ചണ്ഡാലഭിക്ഷയും ഊന്നുന്നത് ഒരേ പ്രമേയത്തിലാണെങ്കിൽ ചണ്ഡാലഭിക്ഷയാണ് നല്ല ഗതി. അതിന് 2 കാരണങ്ങൾ അദ്ദേഹം പറയുന്നത്. ഒന്ന്, ദുരവസ്ഥ പരിമിതമായ ഹൈന്ദവ വീക്ഷണകോടിക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല, അതൊരു ഹൈന്ദവ വീക്ഷണകോടിയാണ്. രണ്ടാമത്, അതിന് ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് അദ്ദേഹം അന്നേ പറഞ്ഞു, മലബാർ കലാപത്തിന്റെ പിന്നിലുള്ള സാമ്പത്തിക പ്രേരണകളെ ആശാൻ പരിഗണിച്ചിട്ടില്ല. ഈ പ്രശ്നം ആദ്യമായിട്ട് എഴുതുന്നത് 1941 ഷോർട്ട് ഹിസ്റ്ററി ഓഫ് മലബാർ പ്രസന്ററിയുടെ ചരിത്രം EMS ആണ് ആദ്യം എഴുതുന്നത്. പക്ഷെ EMS എഴുതുന്നതിന് വളരെ മുമ്പ് കേസരി പോയിന്റ് എഴുതിയിട്ടുണ്ട്. മലബാർ കലാപത്തിന്റെ പിന്നിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ ആശാൻ കണ്ടിട്ടില്ല, അത് പരിമിതമായ ഒരു ഹൈന്ദവ വീക്ഷണം കൂടി അതിനുണ്ട്. എന്നാൽ ചണ്ഡാലഭിക്ഷയിലാകട്ടെ അദ്ദേഹം പറഞ്ഞു, ചണ്ഡാല ശബ്ദം അടിച്ചമർത്തപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സാർവലൗകിക പദമാണ്. 2, അത് മുമ്പോട്ട് വയ്ക്കുന്ന സ്നേഹവും മൈത്രിയും വിമോചനത്തിന്റെ സാർവത്രിക ഭാഷയിലാണ് സംസാരിക്കുന്നത്. സവിശേഷം ഇങ്ങനെ വീണഭൂവിലെ കരുണയിലെത്തുന്ന സമയത്ത്, ഞാൻ വിശദീകരിക്കുന്നില്ല, കരുണയിലെത്തുന്ന സമയത്ത് മോക്ഷം കിട്ടുന്നത് ഉപഭോക്തനാണ്. വാസവദത്തേക്കും ശേഷമാണ് അപ്പോഴും ഉപഭോക്തന് മോക്ഷം കിട്ടിയിട്ടില്ല. മോക്ഷം ആ ഉപഭോഗത്തിന് വരാനിരിക്കുന്നേ ഉള്ളൂ. ആശാന്റെ ഒരു വലിയ സവിശേഷതയാണ് ഈ മാസ്കുലിനിറ്റി എന്ന് പറയുന്നതിന് ആദ്യം തകർത്ത് കളഞ്ഞൊരു വലിയ സങ്കല്പം ആശാന്റെയാണ്. ആശാന്റെ കൃതികൾ നോക്കിക്കഴിഞ്ഞാൽ പുരുഷബലം കാണാനില്ല. അതൊരു മോശമായിട്ട് പണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. ആശാന്റെ ആണുങ്ങൾക്ക് ഒരു ബലമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ബലമില്ലായ്മയിലായിരുന്നു ആശാന്റെ ആണുങ്ങളുടെ ഒരു മഹിമ കിടന്നിരുന്നത്. കാരണം ഈ പുരുഷബലം എന്ന് പറയുന്ന ഈ മാസ്കുലിൻ ഹീറോയിസ് എന്ന് പറയുന്നതിന് മലയാള ഭാഷ ആദ്യം ഉപേക്ഷിച്ച സ്ഥാനങ്ങളിൽ ഒന്നുകൂടിയായിട്ട് ആശാന്റെ കവിത മാറുന്നുണ്ട്. സമയമായില്ല എന്ന് പറയുകയും കാത്ത് ക്ഷമ പോയല്ലോ എന്ന് പറയുകയും ചെയ്യുന്ന, ഒടുവിൽ കരചരണങ്ങൾ ഭേദിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരാളിലേക്ക് എത്തുകയും അവിടെ വെച്ച് അത് മോക്ഷത്തിന്റെ മറ്റൊരു വഴിയായിട്ട് മാറിത്തീരുകയും ചെയ്യുന്നത് നമുക്ക് കരുണാകാവ്യത്തിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഞാൻ സമർപ്പിക്കാം. ഇങ്ങനെ ആശാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആശാന്റെ കവിതയുടെ ആധാരശ്രുതി പോലെ ഏത് ഗാനത്തിനും പിന്നിലുള്ള ശ്രുതിയുടെ അന്തര്യാമിയായ ഒരു ഒഴുക്ക് പോലെ ആശാന്റെ ഭിന്നഭിന്നങ്ങളായ പ്രമേയങ്ങളെ എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട്
ആശാന്റെ സ്നേഹഭാവന പ്രവർത്തിക്കുന്നു. ആ സ്നേഹം എന്ന് പറയുന്നത് അതിന്റെ പരിമിതാർത്ഥത്തിലല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹികവും രാഷ്ട്രീയവും ആയ വിപുലമാനങ്ങളിലേക്കും ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിന്റെ സൂക്ഷ്മ ശരീരത്തിലേക്കും ഒരുപോലെ പടർന്നു നിൽക്കുന്ന അതിബൃഹത്തായ ഒരു സങ്കല്പന വ്യൂഹമായി വാസ്തവത്തിൽ ആശാന്റെ സ്നേഹഭാവന. അതൊരു വൈയക്തികാനുഭവം എന്നതുപോലെ അത് അതിവിപുലമായ സാമൂഹിക അനുഭവം. അതൊരു വൈകാരിക മൂല്യമാണ് എന്ന് പറയുന്നത് പോലെ അത് ആഴമേറിയ ഒരു വിധ്വംസക മൂല്യം. അത് വ്യക്തിയുടെ സ്വകാര്യമായ ആനന്ദത്തിന്റെ അനുഭവമാണ് എന്ന് പറയുന്നത് പോലെ സാമൂഹികമായ മോക്ഷഭാവന കൂടിയാണ്. ഇക്കാലത്ത് അംബേദ്കർ മൈത്രി എന്ന സങ്കല്പത്തിലൊക്കെ വളക്കിച്ചേർക്കാൻ ശ്രമിച്ച സാമൂഹികതയുടെ വിശാല മൂല്യങ്ങളെ മുഴുവൻ വ്യക്തിപരവും സാമൂഹികവും സുഹൃത്തും ശത്രുവും മനുഷ്യനും പ്രപഞ്ചവും എന്ന വ്യാപകമായ ഒരു അർത്ഥമണ്ഡലം സ്നേഹത്തിന് നൽകിക്കൊണ്ടാണ് ആശാന്റെ കവിത സ്നേഹത്തെ നമ്മിലേക്ക് കൊണ്ടുവരുന്നത്. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ ശക്തി. സ്നേഹത്തിൽ നിന്ന് ഉദിച്ചിട്ട് സ്നേഹത്താൽ ശക്തി നേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാക്കും, സ്നേഹം താൻ ജീവിതം ശ്രീമം, സ്നേഹവ്യാപതി തന്മാരണം.